അവധി ദിവസമായ ഞായറാഴ്ചയും പ്രചരണ തിരക്കിലാണ് മലബാർ മേഖലയിലെ സ്ഥാനാർത്ഥികൾ. വോട്ടർമാരെ നേരിൽ കണ്ടും റോഡ് ഷോ സംഘടിപ്പിച്ചുമാണ് എൽഡിഎഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം. എൻഡിഎ സ്ഥാനാർത്ഥികളും പ്രചരണം തുടങ്ങി. കാസർഗോഡ് പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ബാലകൃഷ്ണൻ മാസ്റ്ററുടെ പര്യടനം തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിൽ നടന്നു. എടാച്ചേരി, ഈയക്കാട്, ഇടയിലക്കാട്, പടന്ന, കടപ്പുറം തുടങ്ങിയ സ്ഥലങ്ങളിൽ കുടുംബയോഗങ്ങളിലും സ്ഥാനാർത്ഥി പങ്കെടുത്തു. കാലിക്കടവ്, തൃക്കരിപ്പൂർ, തങ്കയം, മണിയാട്ട്, വേങ്ങാപ്പാറ, മെട്ടമ്മൽ തുടങ്ങിയ സ്ഥലങ്ങളിലും ബാലകൃഷ്ണൻ മാസ്റ്റർ വോട്ടഭ്യർത്ഥിച്ചു. കണ്ണൂർ ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എം വി ജയരാജൻ കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിൽ പ്രചാരണം നടത്തി. വിവിധ സംഘടനകളുടെ പരിപാടികളിൽ പങ്കെടുത്ത സ്ഥാനാർത്ഥി പ്രധാന വ്യക്തികളെയും സ്ഥാപനങ്ങളും സന്ദർശിച്ചു. പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ ഷോപ്പ് എംപ്ലോയീസ് യൂണിയൻ സ്നേഹസംഗമത്തിൽ മുഖ്യാതിഥിയായി എത്തിയ എം വി ജയരാജന് ഊഷ്മള വരവേൽപ്പാണ് ലഭിച്ചത്. വയനാട് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി ആനി രാജ നിലമ്പൂരിൽ വോട്ടഭ്യർത്ഥിച്ചു. വടകര പാർലമെന്റ് മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി കെ ശൈലജ ടീച്ചർ തലശ്ശേരി മണ്ഡലത്തിൽ പര്യടനം നടത്തി. രക്തസാക്ഷി മണ്ഡപത്തിൽ പുഷ്പചക്രമർപ്പിച്ചാണ് രാവിലെ പര്യടനം തുടങ്ങിയത്. രക്തസാക്ഷി കുടുംബങ്ങൾ ആവേശത്തോടെ സ്ഥാനാർത്ഥിയെ വരവേറ്റു. കോഴിക്കോട് ലോക്സഭാ മണ്ഡലം എൽഡിഎഫ് സ്ഥാനാർത്ഥി എളമരം കരീം ഉച്ചകഴിഞ്ഞ് കുന്നമംഗലം നിയമസഭാ മണ്ഡലത്തിൽ പര്യടനം നടത്തി. എൻഡിഎ സ്ഥാനാർത്ഥി എം ടി രമേശും പര്യടനം തുടങ്ങി. മലപ്പുറം എൽഡിഎഫ് സ്ഥാനാർത്ഥി വി വസീഫ് മഞ്ചേരി മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടു. CPIM മുൻ ജില്ലാ സെക്രട്ടറി സെയ്താലിക്കുട്ടി, മുൻ പാർലമെന്റ് അംഗം ടി കെ ഹംസ എന്നിവരുടെ വീടുകൾ സന്ദർശിച്ചു. UDF സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീറിന് ഇന്ന് പര്യടനം ഉണ്ടായിരുന്നില്ല. പൊന്നാനിയിൽ ഇടതു സ്ഥാനാർത്ഥി KS ഹംസ ഇന്ന് സ്വകാര്യ സന്ദർശനത്തിന്റെ തിരക്കിലാണ്. UDF സ്ഥാനാർത്ഥി അബ്ദുസമദ് സമദാനി താനൂർ മണ്ഡലത്തിൽ വോട്ട് തേടി. പാലക്കാട് മണ്ഡലം LDF സ്ഥാനാർത്ഥി A വിജയരാഘവൻ ഷൊർണൂർ മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടു. ആവേശകരമായ സ്വീകരണമാണ് വിവിധ കേന്ദ്രങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് ലഭിച്ചത്. ആലത്തൂരിലെ LDF സ്ഥാനാർത്ഥി K രാധാകൃഷ്ണൻ നെന്മാറ മണ്ഡലത്തിൽ വോട്ടർമാരെ കണ്ടു. കൈരളി ന്യൂസ്, കോഴിക്കോട്.